ഹായ് ഹലോ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു കുട്ടി ക്രാഫ്റ്റായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പിസ്തയുടെ ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ഒരുപാട് ബോട്ടിലാട്ടും ക്രാഫ്റ്റും വോൾഡക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ക്രാഫ്റ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിസ്തയുടെ ഷെല്ല് ഇതുപോലെ ഞാൻ അതിൻ്റെ ഒരു സൈഡ്സൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിടാം കേട്ടോ. നമ്മൾ സാധാരണ പിസ്തയുടെ ഷെല്ലും ഒക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സിസേഴ്സ് ഒന്ന് വെച്ചിട്ട് ഇത് കണ്ടില്ല, അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു കേർവായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാവട്ടെ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പിസ്തയുടെ ഷെല്ല് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുള്ള ഒരു കുട്ടി ക്രാഫ്റ്റാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മളൊരു പിസ്തയുടെ ഷെല്ലിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തൊരു പിസ്തയുടെ ഷെല്ലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെ മേലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 എണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 എണ്ണമായിട്ടൊന്ന് ഒരു ട്രയാങ്കിളുടെ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുക, അല്ലാതെ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ 3 പെറ്റലായിട്ടൊരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം ഒന്ന് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആ ഒരു സൈഡ്സ് മാത്രമായിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ കുറച്ചധികം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാബ് ഗ്രീൻ എടുത്താലും മതി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് പെയിൻറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഈ ക്രിസ്മസിൻ്റെ തീമിലുള്ള ഹോളി ലീവ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാനിവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോളി ലീവ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പിസ്തയുടെ ഷെല്ല് നമ്മളൊരു പ്രത്യേക ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഗ്രീൻ കളർ നമ്മൾ പെയിൻറ്റും കൂടെ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പഴയ അലുമിനിയം ഫോയിലാണ്. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതിന് ഇതുപോലെ കുഞ്ഞ് പീസ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സൈസ് വേണ്ട കേട്ടോ. ഒരു കുഞ്ഞൊരു ബീഡ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ്സിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളതൊന്ന് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഹോളി ലീവ്സിൻ്റെ നടുക്കുണ്ടാവില്ല 3 ചെറീസ് ആയിട്ട്, അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അലുമിനിയം ഫോയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ബീഡ്സൊക്കെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. റെഡ് കളർ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആ സമയത്ത് എൻ്റെ ഫോൺ സ്റ്റക്കായിട്ട് എനിക്ക് ഈ വീഡിയോ കിട്ടുന്നേ ഇല്ലായിരുന്നു. ആ ഒരു ക്രിസ്മസൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വീഡിയോ അതിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് ഇനിയിപ്പോൾ ക്രിസ്മസൊക്കെ കഴിഞ്ഞില്ലേ ഇടണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് വെറുതെ ചുമ്മാ അത് ഡിലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരുപാട് ക്രിസ്മസിൻ്റെ തീമല്ലാതെ തന്നെ വേറൊരു ക്രാഫ്റ്റുകളൊക്കെ ചെയ്തെടുക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതൊരു കുട്ടി ക്രാഫ്റ്റ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അത്രയും ബുദ്ധിമുട്ടി ചെയ്തിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എനിക്ക് അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ടും അതിൽ കുറച്ച് ചിലതിലൊക്കെ ഞാൻ ബീഡ്സും പിന്നെ അതുപോലെ തന്നെ അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് റെഡ് കളർ പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഹോളി ലീവ്സിനെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ഒരു കളറ് കുറച്ചും കൂടെ മാച്ചായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഡാർക്ക് ഗ്രീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാബ് ഗ്രീൻ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ആ ഒരു ബീഡ്സൊക്കെ ചെറീസിൻ്റെ ഭാഗത്ത് വെച്ചെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വൈറ്റ് കളർ ആക്ലിപ്പിൻ്റെ വെച്ചിട്ട് ചെറുതായിട്ടൊരു ടച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കണം. ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ലീവ്സിൻ്റെ ഒരു സൈഡിൽ അവരിങ്ങനെ വളഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലീവ്സിൻ്റെ നടുക്ക് ചെറിയൊരു ലൈനും വരച്ചു കൊടുക്കണം. കാരണം ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു തീം എന്ന് പറയുമ്പം ഒരു മഞ്ഞിൻ്റെ ഒരു ടൈമാണല്ലോ, അപ്പോൾ അതിലേക്ക് ആ ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബീഡ്സിൻ്റെ ഇതിൻ്റെ മേലായിട്ട് ഒരു ചെറീസിൻ്റെ മേലെ ഒരു കുഞ്ഞ് ബ്ലാക്ക് കളർ വെച്ചിട്ടൊരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച് ടച്ചും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ആ ഒരു ഹോളി ലീവ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ക്രിസ്മസ് ക്രാഫ്റ്റുകളൊക്കെ വേണമെങ്കിലും ഈ ഒരു തീമിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ.
നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബോട്ടിലായിട്ട് ചെയ്യാം, അതുപോലെ റീത്ത് ഉണ്ടാക്കാം, പിന്നെ വോൾ ഹാങ്ങിങ്ങും അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് കുഞ്ഞൊരു റീത്താണ് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടിയുള്ള ബുക്കിൻ്റെ ഒക്കെ ബാക്ക് കവർ ഉണ്ടാവില്ല, അപ്പോൾ അതെടുത്തിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടും ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്യാപ്പില്ലാതെ നമുക്ക് എങ്ങനെയാലും ഒട്ടിക്കാൻ പറ്റില്ല, കാരണം ഇത് ആ ഒരു രീതിയിലാണ് ഇത് സ്റ്റിക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വോളൻ ത്രെഡൊക്കെ വെച്ചിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് വേണമെങ്കിൽ ചുറ്റി കൊടുത്താലും മതി കേട്ടോ. ഇപ്പം നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ പഴയൊരു ലേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടൊരു കുഞ്ഞു ബോ പോലെ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സാറ്റിൻ റിബണൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആക്കി കളയുന്ന മെറ്റീരിയൽ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വേറെ 1-2 ക്രാഫ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട്, ഈ കട്ട് ചെയ്തിട്ടുള്ള പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട്. അപ്പോൾ അതും ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.